എല്ലാ വയസ്സപ്പച്ചേട്ടി സൂപ്പർ മൂവിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു റെയിൻബോ സീരീസ് തുടങ്ങും. റെയിൻബോ സീരീസ്, വാട്ട്സ് ദ റെയിൻബോ സീരീസ്? റെയിൻബോ സീരീസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ റെയിൻബോ സീരീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമൽ ഒരു സീരീസ് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അതിൽ വാനില സീരീസ് തുടങ്ങി കഴിഞ്ഞാൽ അത് മുഴുവനും വാനില ആയിരിക്കും. അതായത് ഒരു മൂഡും നമ്മൾ ഇട്ടിട്ടുണ്ടാവില്ല. ബട്ട് നമ്മൾ ഇന്ന് തുടങ്ങാൻ പോകുന്നത് ഒരു റെയിൻബോ സീരീസാണ്. അതുകൊണ്ടില്ലേ, നമ്മൾ ഇന്നൊരു 100,000 ഒന്നും പറയുന്നില്ല, എന്നാലും കുറേ മോഡ്സ് ഇട്ടിട്ടാണ് ഞാനിന്ന് കളിക്കാൻ പോകുന്നത്. ഇത് റെയിൻബോ സീരീസ് വെറും സീരീസ് അല്ല, നമ്മളിന്ന് കോർ ക്രാഫ്റ്റാണ്. കോർ ക്രാഫ്റ്റ്, വാട്ട്സ് ദ കോർ ക്രാഫ്റ്റ്? കോർ ക്രാഫ്റ്റ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ വേൾഡിൻ്റെ സീൻ ഞങ്ങൾക്ക് നല്ല രീതിക്ക് ഇഷ്ടപ്പെട്ട കേട്ടോ. അതിലോട്ട് നമുക്ക് വരാം. ഓക്കെ, ഇനി നമുക്കിവിടെ വന്ന് ഇങ്ങോട്ട് വന്ന് ഓക്കെ അതങ്ങോട്ട് അടച്ചു കൊടുക്കാം. ഇനി നമ്മൾ ചാറ്റ്സിൽ പോയി, ഇത് ചീറ്റിംഗ് നമ്പർ ഒരിക്കലും ഈ ചീറ്റിംഗ് അല്ല കേട്ടോ, നിങ്ങൾ ഒരു ഇല്ല. ഈ കോർ ക്രാഫ്റ്റ് എന്ന് പറയുന്നത് നമ്മളൊരു മോഡാണ്. അതായത് നമ്മളെ ജാവിയുള്ള ബെറ്റർ മൈൻക്രാഫ്റ്റ് ഇല്ല, അത് ബെഡ്റൂമിൽ കൊണ്ടുവന്ന് ഞാൻ എങ്ങനെ ഉണ്ടാവും അതുപോലെ തന്നെ. ഓക്കെ, നമ്മളങ്ങനെ കോർ ക്രാഫ്റ്റ് നമ്മൾ ഓണാക്കിയിട്ട് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഞാനില്ലേ കമൻറ്റ് ബോക്സിൽ ഡിസ്ക്രിപ്ഷൻ എല്ലാം പറ്റില്ലേ ലിങ്ക് വെച്ചിട്ടുണ്ടാവും കേട്ടോ. നമുക്ക് എന്ത് ചെയ്യാം, ഒരു നെയിം കൊടുക്കാം. GT മതി, GT മതി. നല്ല ഐശ്വര്യമില്ല പേര്, ഐശ്വര്യം ഉള്ള പേര്. ഓക്കെ, ഇനി നമുക്ക് നമ്മൾ അങ്ങനെ ബെറ്റർ മൈൻക്രാഫ്റ്റ്, അതായത് ജാവയിലുള്ള ബെറ്റർ മൈൻക്രാഫ്റ്റ് ബെഡ്റോക്കിൽ കൊണ്ടുവന്ന് ഞാൻ ഇങ്ങനെ ഉണ്ടാവും. അതാണ് നമ്മുടെ കോർ ക്രാഫ്റ്റ് ഞാൻ ഇങ്ങനെ പറഞ്ഞത്. പിന്നെ ഞാൻ കുറേ ഷേഡേഴ്സ് കൂടി ഇട്ടിട്ടുണ്ട്. ഷേഡേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര വലിയ, അതായത് BSL കോംപ്ലിമെൻ്ററി അങ്ങനെ ഉള്ള ഷേഡറില്ല. അതായത് ഗെയിമിനെ കാണാൻ കൂടി കുറച്ചും കൂടി കോർ ക്രാഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടി നാച്ചുറലായി കാണുമ്പോൾ രസമുണ്ട്. അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടി നാച്ചുറലിനോട് ബന്ധപ്പെട്ട ഇതാണ് കൊണ്ടുവന്നത്. ഇപ്പോൾ എൻ്റെ ഫോൺ ഓഫായിട്ട് റെക്കോർഡിങ് ഓഫായേനെ, എല്ലാ പണിയും തീർന്നേനെ, വീണ്ടും എല്ലാം ചെയ്യേണ്ട വന്നേനെ. ഓക്കെ, നമുക്ക് ഇത് ക്രിയേറ്റ് ആവുന്നുണ്ട് കേട്ടാ. ആവട്ടെ, കണ്ടാ മാറി കോർ ക്രാഫ്റ്റ്. ഇതിൻ്റെ പേര് കോർ ക്രാഫ്റ്റ് തന്നെയാണെന്ന് അറിഞ്ഞൂടാ. ഇതിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ, ഒരു വെബ്സൈറ്റ് ഉണ്ട്. വെബ്സൈറ്റ് അതിനെ പറയാമോ എന്ന് പറഞ്ഞൂടാ. ഒരു സാധനമുണ്ട്, അത് കേഴ്സ് 4G അങ്ങനെ പറയുന്നൊരു സാധനമാണ്. അതിൻ്റെ അകത്ത് പോയി നിങ്ങൾ പേരെടുത്ത് വെക്കാം. 2 ഇത് കാണും. ഇതാണ് കോർ ക്രാഫ്റ്റിൻ്റെ ഇത് എന്താണ് സെറ്റിങ്സ്. ഇതിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ ഇതിൽ കുറേയൊക്കെ ഉണ്ട്. ന്യൂ ആയിട്ടുള്ള മോഡ്സ് ചെയ്താണ് പറഞ്ഞാൽ ജംഗിൾ ഗോളന്ന്, പിന്നെ മമ്മി, ബിഗ് ഫുട്ട്, സൗണ്ട് കേട്ടോ, റീലുള്ള സൗണ്ടാണോ ഇതൊക്കെ. ഓക്കെ, നമുക്ക് മരം വെട്ടി ആദ്യത്തെ പണികളൊക്കെ ഇങ്ങോട്ട് കൊടുക്കണം. ആദ്യത്തെ പണികളൊക്കെ നമുക്ക് ആദ്യം ചെയ്യാം. വലിയ മരമാണല്ലോ പടച്ചോനി, ഇത് ഞാൻ കൂട്ടിക്കൊണ്ട് വരുന്നു. ഇതൊക്കെ എന്തോന്നടാ കണ്ട, ഇത് കുറച്ചും കൂടി നാച്ചുറൽ ആയിട്ടുള്ള ഇതാണല്ലേ ചാനലല്ലേ. പിന്നെ വേണമെങ്കിൽ നമ്മൾ കുറേ സീരീസ്
കൊണ്ട് ഞാൻ അത് അങ്ങ് നിർത്തിയേക്കാം. കിട്ടുന്നില്ല എന്ന് പറഞ്ഞു. പുതിയ കുറേ സാധനമുണ്ട് മക്കളെ. അതൊക്കെ ഞാൻ ഇങ്ങോട്ട് കൊടുക്കും. ഇതൊക്കെ വേറെ എന്തൊക്കെയോ ബ്ലോക്കാണ് കേട്ടോ. അല്ലാതെ നിങ്ങൾ വിചാരിക്കും അത് കിട്ടിക്കഴിഞ്ഞത് വീട്ടുകാരെ കിട്ടുന്നു, അങ്ങനെയൊന്നുമില്ല. മരം കിട്ടില്ലേ, അപ്പില്ലേ ആദ്യത്തെ താഴത്തെ ബ്ലോക്ക് മണ്ട ഞാൻ ഇട്ടിട്ട് ഇപ്പോൾ മെയിനായിട്ട് ഈ ബുക്ക് കിട്ടിയില്ലേ, അതായത് അതിൻ്റെ സെറ്റിങ്സ് കിട്ടിയില്ലേ, അത് ഏതൊക്കെ ഷെയർസ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് നമ്മളെ കോർ ക്രാഫ്റ്റ് തന്നെ, രണ്ടാമത്തെ വിഷ്വൽസ് എഫക്റ്റ് എന്ന് പറയുന്ന സാധനത്തിൻ്റെ ഇതാണ് എന്തായിരുന്നു വിഷ്വൽസ് എഫക്റ്റ് എന്ന് പറയുന്നതിൻ്റെ സെറ്റിങ്സ് ആണ്. വേറൊന്ന് നമ്മളെ കോർ ക്രാഫ്റ്റ് ടൈമില് ഒന്നിങ്ങനെ തുടങ്ങി വേഗം. ഓക്കെ വെച്ച് പഠിച്ചോനെ കണ്ടോ, ഇതൊന്നും നമ്മളെ ഗെയിമിലില്ല. ബട്ട് നമ്മളെ കോർ ക്രാഫ്റ്റ് നമുക്കിതൊക്കെ തരും. ഓക്കെ, കോർ ക്രാഫ്റ്റ് നിങ്ങൾക്ക് ആക്കിയാൽ ഇതൊക്കെ കാണാൻ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതൊന്നും കാണാൻ പറ്റില്ല. ഓക്കെ, എല്ലാം കാണാൻ പറ്റത്തില്ല എന്നല്ല, ഈ സ്റ്റിക്കും ബട്ടൺസ് എല്ലാം കാണാൻ പറ്റും. ഓ ഗോഡ്, കുക്കിംഗ് ടേബിൾ, ഫർണീസ് ടേബിൾ. അത് ഇതും ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. റൂബി, പിന്നെ പ്രാക്ടീസ് ഡമ്മി. ഇതൊക്കെ എന്തോന്നടെ, ഇതൊക്കെ പഠിച്ചെടുക്കുമ്പോൾ പിന്നെ ഒരു വർഷം എടുക്കും കേട്ടോ. നമുക്കാദ്യം സ്റ്റോണിൻ്റെ പിക്കേക്സ് ഒന്ന് ഉണ്ടാക്കിയേക്കാം. ഓക്കെ, ഞങ്ങൾക്കിപ്പോൾ കുറച്ച് മടി വരെയുള്ള സാധനമുണ്ട്. കാരണം ഓ ഗോഡ്, പെൻഗ്വിൻ ബ്രോ, വാട്സ്ആപ്പ് ഹൗ ആർ യു? ഇതാ സുഖല്ലേ, പനി വല്ലതും ഉണ്ട്? മച്ചാൻ മൈൻഡാക്കാതെ പോന്ന അടിയേരായിരുന്നു. പക്ഷേ ഇങ്ങനെയുള്ള പാവങ്ങൾ എന്തിനടിക്കണം? അതൊക്കെ പതിയാണോ പൊട്ടുന്നത്? ഞാനെൻ്റെ ലെറ്റ്സ് പ്ലേ സീരീസിലൊക്കെ എത്ര പെട്ടെന്ന് ഇത് പൊട്ടിച്ചെടുത്തെന്ന് പറഞ്ഞാൽ ഇത് ഭയങ്കര പതിയായി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം എന്താണെന്ന് അറിയാം, എൻ്റെ ലെറ്റ്സ് പ്ലേ സീരീസിൽ ഞാൻ ഡയമണ്ടിൻ്റെ ഇത് വെച്ച് പൊട്ടിക്കുമ്പോൾ ഒന്നും അറിയുന്നില്ല. പക്ഷേ ഇതിലാണെങ്കിൽ ഇത് സോ ചീപ്പ്. ഞങ്ങൾക്ക് തോന്നുന്നുണ്ട് ഞങ്ങൾക്കൊന്നും മനസ്സിലാവാനുള്ള സാധ്യത കുറവാണ്. എന്തടോ, ഞങ്ങൾക്ക് ഇതിൽ കോർ ക്രാഫ്റ്റിൽ ചില കാര്യങ്ങൾ കണ്ടപ്പില്ലേ, ഹൈറ്റിനോടൊരു ബന്ധപ്പെട്ട ഒരു ഇതുണ്ട്. അതായത് ഹൈറ്റിലാണോ എന്നൊരു തോന്നല്, ഹൈറ്റിലാണ് അങ്ങനത്തെ ഈ ഫീച്ചേഴ്സ് എല്ലാം ഇടാം. മെയിന് നമ്മളെ ജംഗിൾ കോളം, അത് ഹൈറ്റിലുണ്ട്. ഹൈറ്റിൽ ജംഗിൾ കോളം എന്നല്ല അതിൻ്റെ പേര്. ഈ ശരിക്കും പഠിച്ചത് കേട്ടാ. അമ്മച്ചൻ്റെ പേരെന്താ പറഞ്ഞിട്ടാ? എന്തായാലും ഞാൻ ഓടുന്നു, ഇല്ലെങ്കിൽ അമ്മച്ചൻ എൻ്റെ ചെവി കടിച്ചു. നമ്മുടെ പിങ്കുവിന് മച്ചാനുണ്ട്.
ഇവരൊക്കെ ടൈം ചെയ്യാൻ പറ്റുമോ? ആർക്കറിയാം. നമ്മളെ ക്രാഫ്റ്റിംഗ് ടേബിൾ പുല്ല്. ഞാൻ ക്രാഫ്റ്റിംഗ് ടേബിൾ തേടി പോവേ ഉള്ളൂ. തപ്പാൽ ഞാൻ പുതിയതൊന്നും ഉണ്ടാക്കില്ല. അതറിയും നിങ്ങൾക്ക്. അങ്ങനത്തെ ഒരു നന്മയുള്ളൊരു മനുഷ്യനാണ് ഞാൻ. പുല്ല് എനിക്കൊന്നും വയ്യ. ആദ്യം തപ്പിപ്പോയി. ഇനി അത് കണ്ടുപിടിക്കുമ്പോഴേക്കും വീഡിയോയിൽ എന്താവും. എനിക്ക് വീഡിയോയിൽ എന്താക്കണ്ട മകനെ. പിന്നെ ഈ 2 ബുക്ക് ഉണ്ട് ചൊല്ലിയിട്ടില്ലേ, നിങ്ങളെ ഇൻവെൻട്രിക്ക് പ്രശ്നമാണെങ്കിൽ എടുത്ത് എറിഞ്ഞേക്കല്ലേ. ഇതില്ലെങ്കിൽ നിങ്ങളെ മോഡ്സ് വർക്കാവില്ല. അതായത് നിങ്ങൾക്ക് ഒന്നും മനസ്സിലായില്ല. എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതെടുത്തിട്ട് വേണം നോക്കാൻ എന്താണ് ഇത് പരിപാടി എന്നൊക്കെ അറിയോ. അതുകൊണ്ട് ഇതൊരിക്കലും എടുത്ത് വലിച്ചെറിയാൻ പാടില്ല. എന്തൊക്കെയാണ് ഇത്? എന്തൊക്കെയാണ് കൊച്ചു കേരളത്തിൽ നടക്കുന്നത്? അങ്ങനെ തന്നെ ആ പാട്ട് എന്ന് പറഞ്ഞൂടെ എനിക്ക്. പക്ഷെ ഞാൻ പാടും. പുതിയ ജോക്ക് കിട്ടി. സിംഗർ GT. ജോക്കല്ല, പുതിയ പേര് കിട്ടി. GT സിംഗർ. പിന്നെ അല്ല, GT സിംഗർ പിന്നെ ആവൂലേ. GT പ്രോ അല്ലേ. ഇത് കാണുമ്പോൾ അയണാണോ എന്നൊരു ഡൗട്ട് ഉണ്ടാവും. അത് ഞങ്ങൾക്കുണ്ട്. ആ ഡൗട്ടൊന്നും വെച്ചിട്ട് കാര്യമില്ല. ഇത് അയണമൊന്നുമില്ല. നമ്മളെ പിങ്കുവിൻ മച്ചാനെ പോയി തട്ടാം. വെറുതെ പറഞ്ഞാണ് ഞാൻ. ഇവനെന്തായാലും തട്ടണം. ബെഡ് വേണ്ടേ? ബെഡിലുണ്ടെങ്കിലേ നമുക്ക് കിടന്നുറങ്ങാൻ പറ്റുള്ളൂ. അറിയോ? അതുകൊണ്ട് നമുക്ക് വേഗം നമ്മൾ ഓടി ഇങ്ങനെ ഓടിക്കഴിഞ്ഞാൽ ഓടിക്കൊണ്ടിരിക്കേ ഉള്ളൂ. കാരണം എന്താ അറിയോ? വാവ് പിങ്കുതായി ഇവിടെ നിൽക്കുന്നുണ്ട്. നമ്മളെ പിങ്കു മോൻ. പിങ്കു വാട്സപ്പ്. പോവല്ലേ? വാവ് ആപ്പിൾ ഡെയിലി തിന്നുന്നത് ആരോഗ്യത്തിന് നല്ലതാണ്. എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഡെയിലി ആപ്പിൾ തിന്നുകൊണ്ടിരിക്കണ്ട. ആപ്പിളിൽ അത്ര വിശപ്പൊന്നും പോവില്ല. അതുകൊണ്ട് ആപ്പിൾ തിന്നു കഴിഞ്ഞാൽ തിന്നുകൊണ്ടിരിക്കത്തേ ഉള്ളൂ എൻ്റെ പൊന്നെ. പഠിച്ചോനെ. അയ്യോ വേറെ അടിക്കാൻ വരുന്നേ മച്ചാനെ. അങ്ങനെ അങ്ങ് പോയാലാ. അയ്യേ അവൻ തിന്നു മീൻ. എന്തിന് അവൻ്റെ വേറൊന്ന് പുറത്തോട്ട് വന്ന ഞാൻ അയ്യോ. അവൻ തന്നെ നിന്നട്ടെ അവൻ്റെ മീൻ. എനിക്കൊന്നും വേണ്ട. അവൻ്റെ പാട്ടായില്ല. അയിലും വേണ്ട, മറ്റും വേണ്ട. നമുക്ക് പിങ്കുവിനെ ടൈം ചെയ്യായിരുന്നു. പക്ഷേ പിങ്കുവിനെ ടൈം ചെയ്യാൻ എങ്ങനെ? വാവ് ബ്യൂട്ടിഫുൾ. എന്താണ് ബ്യൂട്ടിഫുൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെല്ലൻ ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് കേട്ടോ. ബ്യൂട്ടിഫുൾ. ഇപ്പോൾ മെലൻ തിന്നാൻ കിട്ടുമ്പോൾ മെലൻ ബ്യൂട്ടിഫുൾ. ഇനിയിപ്പോൾ മെലനൊക്കെ കഴിഞ്ഞ് നമുക്ക് ഈ ഗോൾഡൻ ക്യാരറ്റൊക്കെ കിട്ടുമ്പോൾ മെലൻ വെറും വൃത്തികെട്ട സാധനം. ഞാനൊന്ന് പോസ് ചെയ്യട്ടെ. ഞാൻ കുറച്ചൊന്ന് ഞാനൊരു ബെഡ് ഉണ്ടാക്കി കേട്ടോ. വേഗം ഉറങ്ങട്ടെ, അല്ലെങ്കിൽ ബാക്കി മഹന്മാർ. ഞാൻ കുറച്ച് പോയപ്പോൾ ഇല്ലേ ഒരു പട്ടിക്കുട്ടിയില്ലേ, ഒരു ചീപ്പിനെ ഇല്ലേ, അത് അതാ ഇവന്. താങ്ക് യു ബ്രോ, താങ്ക് യു. നീ കൊന്നിട്ട് കൊണ്ടാണ് ഞങ്ങൾക്ക് ബെഡ് കിട്ടിയത്. ഞാൻ കണ്ടില്ല കേട്ടോ കൊന്നിട്ടത്. നീ അല്ല കൊന്നിട്ടെങ്കിൽ
ആ താങ്ക്സ് ഇങ്ങനെ തിരിച്ചു തന്നേരെ. ഓക്കെ ഓക്കെ ആ ചെറുക്കനെ നോക്കിയിരിക്കുന്നുണ്ട്. നമുക്ക് എന്തായാലും പോവാം ഷീപ്പിൻ്റെ ഹൗസിൽ. ഓക്കെ നമുക്കിനി എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വീടുണ്ടാക്കണമെങ്കിൽ നമുക്ക് തൽക്കാലം അടുത്ത എപ്പിസോഡ് നാളെ ഞാൻ ഇടും. അതായത് ഓരോ ദിവസം ഞാൻ ഓരോ വീഡിയോസായിട്ട് ഇടും ഞാൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോ കാണാം. ടാറ്റാ ബൈ ബൈ.